ഏകദേശം ഒരു നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഇതേപോലത്തെ ഒരു സിനിമ എടുക്കുന്ന ഏകദേശം എത്രത്തോളം ബഡ്ജറ്റ് വേണം? ബഡ്ജറ്റ് എനിക്ക് ഏകദേശം 2 കോടി സംതിങ് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ശരിക്കും ഒരു റിസ്കി ഒരു എലമെന്റ് അല്ലേ ശരിക്കും? ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിലും സിനിമയിലുണ്ടെങ്കിലും ശരിക്കും ഒരു ബിസിനസ്സായിട്ടും കാണുന്ന ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കൂടിയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു കുറച്ച് അല്ലെങ്കിൽ അത്രത്തോളം തിരിച്ചു കിട്ടണ്ടേ? ലാഭം ഇല്ലെങ്കിലും അത്രത്തോളം തിരിച്ചു കിട്ടണ്ടേ? ഞാൻ ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സിനിമ ചെയ്തു, ഞാൻ മുടക്കിയ പൈസ കിട്ടിയാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു 50 ലക്ഷം മുടക്കിയാൽ അല്ലെങ്കിൽ 20 ലക്ഷം മുടക്കിയാൽ അത്ര രൂപ നമുക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സിനിമ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നെങ്കിലോ? ഭാവിയിൽ സിനിമ ചെയ്തതിനെ പറ്റി ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഇത് ആഗ്രഹം കൊണ്ട് ചെയ്തു. നാളെ ഇനി എന്ത് ചെയ്യണമെന്നും അത് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാനൊരു ദേവീഭക്തനാണ്. അപ്പം ഞാൻ പോകുന്ന വഴികൾ തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാടുണ്ട്. അതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ തിയേറ്റർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഡയറക്ടറും അല്ലെങ്കിൽ ക്രൂ ഒക്കെ ആയിട്ടുള്ളൊരു ആത്മബന്ധം അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ ഒരു പാവമാണ്. ആളും പത്തനംതിട്ടക്കാരാണ്. അതെ, എലന്തൂരുള്ളതാണ്. പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷേ പുള്ളിയോട് എപ്പോഴും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് പലരോടും. ഈ ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഒരുപാട് പൈസയൊന്നുമില്ല, നമ്മളിതിനകത്ത് എടുത്ത് ചാടി. അപ്പം ഇത് തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം പിന്നെ അത്യാവശ്യം എനിക്ക് ദേഷ്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. ഒറ്റ താങ്കൾ മാത്രമല്ല പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്? അതേ ഉള്ളൂ. സാധാരണ കോ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഒന്നുമില്ല. മറ്റേ ആൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോട്ടല് പത്തനംതിട്ട തന്നെയാണോ? കുമ്പയായിരുന്നു ഹോട്ടല്. ഇപ്പോൾ ഹോട്ടലില്ല, അത് നിർത്തി. മലയാളപ്പുഴ അമ്പലത്തിലോട്ട് അടുത്തൊരു ഹോട്ടൽ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. കുമ്പഴ ഹോട്ടൽ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് വേറൊരു നല്ല ഹോട്ടൽ കിട്ടിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിർത്തി. പിന്നെ മലയാളപ്പുഴ ഇപ്പോൾ ഒരു ഹോട്ടൽ അമ്പലത്തിനോട് ചേർന്നുണ്ട്. അമ്പലത്തിലെ ഭക്തരെ ആശ്രയിച്ച് ഒരു ഹോട്ടൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സിനിമയുടെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരാംശം എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിനിമ റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കണ്ടിടത്തോളം ഒരു കുടുംബത്തിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടത്തില്ലേ, അവർ പഠിക്കാൻ പോകുന്നിട്ട് അവിടുന്ന് ഈ MDMA വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ബാംഗ്ലൂരുണ്ട്, ഇപ്പൊ കൊച്ചിയിലായാലും അതിപ്പോ ഗ്രാമപ്രദേശമായ പത്തനംതിട്ട, മലയാളപ്പുഴ, അവിടെ എല്ലാം എത്തി തുടങ്ങി. അപ്പൊ അത് സംബന്ധമായിട്ട് അത് നടന്ന സംഭവമാണോ? അതെ, അവിടെ ഇതിനു മുമ്പൊന്നും നടന്നിട്ടുണ്ട്. അത് ഒരാളെ വന്ന് റെഡി ചെയ്ത് പിടിക്കുകയും സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണ്ടല്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അത് യാഥാർത്ഥ്യം പോലെയാണ് നമുക്ക് തോന്നിയത്. ആ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ സിനിമയിൽ കൂടുതൽ എന്താ പറയുന്നത്, നടക്കുന്ന സംഭവമായിട്ട് മനസ്സിൽ തോന്നി. ഇപ്പൊ ഈ ഒരു പുതിയ തലമുറ എന്തുകൊണ്ടായിരിക്കും ലഹരിക്ക് അടിമയാവുന്നതെന്ന് തോന്നുന്നത്? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ കഞ്ചാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. MDMA ഞാൻ ഇപ്പോഴും ഇതുവരെ കണ്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് സിനിമയെ പോലും മര്യാദയ്ക്ക് കാണിക്കുന്നില്ല. ഇല്ല, എന്നെ കാണിക്കാമെന്ന് 1-2 പേര് പറഞ്ഞു, പക്ഷെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി, എന്താ സംഭവം അറിയാൻ വേണ്ടി. അപ്പൊ എന്തുകൊണ്ടാ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു തലമുറ വഴിതെറ്റുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ പോലും പിള്ളേർ സെറ്റ് നമുക്ക് പെട്ടെന്ന് ഈ പിള്ളേർ വയലൻ്റ് ആകുന്നു. നമ്മളെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വരുന്നു, എൻ്റെ അച്ഛൻ വന്നിട്ട് ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടുമ്പോൾ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒളിച്ചു മാറും. ഇപ്പം അങ്ങനെ ആര് വരുന്നു ആര് വരുന്നില്ല അതൊന്നും അവർക്ക് ചിന്തയില്ല. അവർ നെഞ്ചു വിരിച്ച് നിന്നിട്ട് അല്ല ഒരു ഫൈറ്റ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് കേസുകളുണ്ടല്ലോ. കോഴിക്കോട് സ്വന്തം അമ്മേനാണ് വെട്ടിക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ പത്തനംതിട്ട അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു പോസ്കോ കേസ്, ഒരു 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരുപാട് 65ഓളം ആൾക്കാരുടെ പേര് ലിസ്റ്റ് വന്നു. അത് പത്തനംതിട്ടയാണ്. അതില് മലയാളപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും 1-2 പേരുണ്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ വാർത്തയിൽ പറയുന്നുണ്ട്.
ഒരു പേര് വരെ പത്രത്തിൽ വന്നായിരുന്നു. ആരാ എന്താന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആണെങ്കിൽ നമുക്ക് അച്ഛനെ അറിയാം, വീട്ടുകാരെ അറിയാം, മക്കളെ അറിയാം. ഇപ്പൊ അങ്ങനെ ഒരു ഇതിൽ ആരാണ് എവിടത്തെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഈ സിനിമ സീരിയലിന്റെ ഒക്കെ ഒരു സ്വാധീനം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ട് ഈ കഞ്ചാവ് അടിക്കണമെന്ന് നമുക്ക് അടിക്കല്ലോ. അല്ല, ഇപ്പൊ ദൃശ്യ സിനിമ ഇറങ്ങിയപ്പോ ആ മോഡൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു പറഞ്ഞ് നമ്മൾ വാർത്തകൾ കണ്ടായിരുന്നു ഇല്ലേ? അതെ. അതേപോലെ തന്നെ ഇപ്പോ എന്തായാലും ഒരു സിനിമ കാണുമ്പോ അത് സിനിമ കണ്ടത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. അത് സിനിമയല്ലേ. അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ആ ബോധമില്ലാത്തൊരു മനുഷ്യരല്ല എന്നല്ലേ പറയാൻ പറ്റൂ. അതെ, സിനിമ സിനിമയായും നാടകം നാടകമായും അത് വേർതിരിച്ച് കാണാനുള്ള കഴിവ് മനുഷ്യൻ. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ ഒരു നന്മ അത് ഇല്ലാതായെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അതിപ്പോ ഇല്ല. അച്ഛനോടും അമ്മയോടും എന്നുള്ള സ്നേഹം ആർക്കും ഇന്നിപ്പോ ഇല്ല. മൊബൈൽ അഡിക്റ്റ്. അതെ അതെ, അച്ഛന് അമ്മയോടില്ല, അമ്മയ്ക്ക് അച്ഛനോടില്ല, അച്ഛന് മക്കളോടില്ല, മക്കൾക്ക് അച്ഛനോടില്ല. കൊച്ചുമക്കൾ ഇപ്പൊ പിറന്നു വരുന്ന 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. ഇപ്പം അമ്പോറ്റീച്ചാന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെങ്കിൽ നാളെ ഇനി എന്താ വിളിക്കുന്നത് പറയാൻ പറ്റുമോ? ശരിയാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് ഈ നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളൊരു നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഗുണങ്ങളുണ്ട്. ദോഷവശങ്ങൾ എടുക്കാതെ ഗുണങ്ങൾ മാത്രം എടുത്തുകൂടെ? ശരിയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ 1976 ഞാൻ ജനിച്ചത്. എനിക്കിപ്പോൾ 48-49 വയസ്സായി. അന്ന് ജനിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ ജനിക്കുന്നവര് അങ്ങനെ ചിന്തിക്കുന്നില്ല. അതെ.